സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സവാള പൊടിച്ചൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്ത് മുറിച്ചെടുക്കാം. അപ്പോൾ സവാളയ്ക്ക് വില കുറവുള്ള സമയത്ത് നമുക്കിതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കി വെച്ച് പൊടിച്ചെടുക്കുക. നമുക്ക് കറികൾക്ക് കൊഴുപ്പ് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് നേർമയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലത്, ഉണങ്ങി കിട്ടാൻ. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല വെയിലത്ത് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഇത് മുറിച്ച സമയത്ത് 3 ദിവസത്തെ വെയിലേ കിട്ടിയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണക്കിയെടുത്തത് നോക്കാം. അത് മുറിച്ച സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസമാണ് ഇത് ഉണക്കാൻ പറ്റിയത്. ഒരു ദിവസത്തെ ഒരു ഉണക്കത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 4 ദിവസം തന്നെ മതി ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോഴേക്കും മഴ പെയ്തു. അപ്പം ഞാനത് അവിടെ ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് ഒന്നുകൂടി ചൂടാക്കാനുണ്ട്. ഒരു ദിവസത്തെ ഒരു ഉണക്കം കൂടി ഉണ്ട് ഇതിന്. കണ്ടില്ലേ, നല്ലൊരു ക്രിസ്പി ആയിട്ടില്ല. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മതി. റവ ചൂടായിട്ടുണ്ട്. ഞാൻ ആ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടായാൽ മതി. അപ്പം അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ഡ്രൈ ആയ കുപ്പിയിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. താങ്ക് യു.